മനുഷ്യപുത്രനെതിരെയുള്ള പാപങ്ങൾ ക്ഷമിക്കപ്പെടും, പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണങ്ങൾ ക്ഷമിക്കപ്പെടുകയില്ല എന്ന് യേശു ഇന്നത്തെ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. ഒരുപക്ഷെ നാം ചെയ്തുകൊണ്ടിരിക്കുന്നതും അതുതന്നെയായിരിക്കും. ചുറ്റുപാടുമുള്ള മനുഷ്യരുടെ നന്മകളെയും പുണ്യങ്ങളെയും നാം സ്വീകരിക്കുന്നത് എങ്ങനെയാണ്? എൻ്റെ കുടുംബത്തിനപ്പുറത്തേക്കുള്ള മനുഷ്യരുടെ നന്മകളെ ഞാൻ സ്വീകരിക്കാറുണ്ടോ? എൻ്റെ മതത്തിനപ്പുറത്തുള്ള മനുഷ്യരുടെ നന്മകളെ ഞാൻ സ്വീകരിക്കാറുണ്ടോ? ഒരുപക്ഷെ മതപരമായ എക്സ്ക്ലൂസിവിറ്റിയിലേക്ക് നാം ഒതുങ്ങിപ്പോകുന്ന ഈ കാലഘട്ടത്തിൽ കുറേ കൂടി ഇൻക്ലൂസീവായ, കുറേ കൂടി ഉൾക്കൊള്ളുന്ന സ്നേഹത്തിൻ്റെ പുതിയ സാമ്രാജ്യം തീർക്കാൻ യേശു നമ്മെ പഠിപ്പിക്കുന്നു. വിശേഷിച്ചും മനുഷ്യരുടെ പുണ്യങ്ങളെയും നന്മകളെയും നാം സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ അവർ ഏത് മതത്തിൽപ്പെട്ടവരെന്നോ ഏത് വർഗ്ഗവർണ്ണത്തിൽപ്പെട്ടവരെന്നോ ചിന്തിക്കാതെ വേണം നാം അങ്ങനെ ചെയ്യാൻ. കാരണം എല്ലാവരുടെയും ഉള്ളിൽ ദൈവം നിക്ഷേപിച്ച സ്നേഹത്തിൻ്റെ ദൈവിക ഭാവം, അവിടുത്തെ ഇമേജ് ആൻഡ് ലൈക്ക്നെസ് ഉണ്ട്. അതിനായി നമുക്ക് ഓരോ ദിവസവും ശ്രമിക്കാം. ആമേൻ.